Part Hello guys, welcome back. We are back with part 6. 6. Part 6. Yeah. If you are new to the channel, go watch other parts. Part 1, 2, 3, 4, 5. Yeah, and this there is are many part other 6 movies. of OG, and we'll be continuing watching the movie, and Yeah. we'll be seeing it. Scene If by you are scene. new to the channel, subscribe our channel Yes. and give us a like. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ അറിയിക്കുക. Okay. So that's it. Let's get into it. Okay. So, three, 3, 2, 1, and go. Dada. കണ്ടെയ്നർ ഒളിപ്പിച്ചത്, പോർട്ടിൽ പ്രശ്നങ്ങളുണ്ടായത്, ചിമ്മിയെ കൊന്നത്, എന്നാ ഇതൊക്കെ ഒന്ന് അവസാനിക്കുക? ഈ പ്രോബ്ലം എനിക്ക് വിട്ടേക്ക്. ആ കണ്ടെയ്നർ എവിടെയാണെന്ന് പറഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഈ വിഷയത്തിൽ നിങ്ങൾ ഇടപെടേണ്ട കാര്യമൊന്നും തോന്നുന്നില്ല. ഒക്കെ എനിക്ക് വിട്ടേക്കാം. ഇത്ര ദൂരം വന്നതല്ലേ, ആ ചായയും കഴിച്ചിട്ട് പോവാൻ നോക്ക്. ഇതാരെന്നറിയോ? കോർപ്പറേഷൻ മേയറാണോ? ഈ സ്റ്റേറ്റിന്റെ CM. സോറി, മിനിസ്റ്റർ അല്ല, CM. ചീഫ് മിനിസ്റ്റർ. ഹോം മിനിസ്റ്ററിന് ഞാനൊരു കോൾ ചെയ്താ മൊത്തം പോലീസ് ഡിപ്പാർട്ട്മെന്റും ഇവിടെ എത്തും. എനിക്കൊരു വൃത്തികെട്ട ചരിത്രമുണ്ടല്ലോ, 15 വർഷം മുമ്പ് നടന്നത്. ഗംഭീര മഹാകാളി ഘോഷയാത്രയിൽ നടന്നതും മറന്നുപോയത്. ലൈക്ക് ദിസ് ഗ്ലിംസ് ആണ് വേണ്ടത് നമുക്ക്, മനസ്സിലായോ? നിന്റെ കതർ ഒലിപ്പിക്കാൻ ഞങ്ങളുടെ വസ്ത്രങ്ങളിലെ ചോരമുണ്ട്. Nice shot. Nice shot. എല്ലാം പ്രിസൈസ് ഷോട്ട്സ് ആണ് അല്ലേ? കേൾക്കാൻ 100 കണക്കിന് ആളുകളെ കൊന്ന് അതിന് മുകളിൽ പാർട്ടി ഓഫീസ് കൊണ്ടുവരാണ്. He's chief minister now because of them. മനസ്സിലായോ? അത് കാണിക്കാൻ വേണ്ടിട്ട് 1000 കിലോ ആർഡിക്സ് പോർട്ടിൽ വന്നത് എനിക്കറിയായിരുന്നു. അത് ബോംബെക്ക് ആപത്താന്ന് മനസ്സിലാക്കിയിട്ട് നീ മിണ്ടാതിരുന്നു. ഇനി അത് ഉണ്ടാകാതിരിക്കാൻ കൺട്രോൾ വരണം. No rule, no law. Only Gambhira's law. അപ്പൊ ശരി പോവാ, പെട്ടെന്ന് പാടല്ലേ, പീസ് പീസ് ആവും. കണ്ട, ഒളിപ്പിച്ച് വെച്ചിരിക്കായിരുന്നല്ലോ, മനസ്സിലായോ? DP. മ്യൂസിക്കിന് കറക്റ്റ് ബീറ്റില് അടിക്കുന്നല്ലേ? ചത്തിട്ടുണ്ട് ബൈ. ടോമിക്ക് അയച്ചൊരു ഡെഡ്ലി വാർണിംഗ് ആണ്. ഇനി അവൻ എന്ത് ചെയ്യും? ഈ കാര്യം എത്രയും പെട്ടെന്ന് ഡേവിഡ് ബായി അറിയിക്കണം. യോജി
ഭൂമിയുടെ ആളുകളെയൊക്കെ കൊന്നത് അവന്. ഏതോ ഒരു കണ്ടെയ്നർ അവന്റെ കയ്യിലാ ഉള്ളത്. നമ്മുടെ പ്ലാനൊക്കെ പൊളിഞ്ഞു പോയി. സിഗാർ. ആ തന്തയില്ലാത്ത ഓമിയെ തീർത്തേക്ക്. വാക്ക് തെറ്റിക്കുന്നവൻ മാത്രമല്ല, വാക്ക് കൊടുക്കുന്നവൻ പോലും ഭയപ്പെടുന്ന രീതിയിലായിരിക്കണം അവന്റെ മരണം. അതിങ്ങനെ നോക്കിയിരുന്നിട്ട് ഒരു കാര്യമില്ല. തനിക്കറിയോ, ഞാൻ ആ പോർട്ട് മുഴുവൻ അരിച്ചു പരക്കി നോക്കിയതാ, ഒരു പുല്ലും കിട്ടിയില്ല. എന്താണോ ഇത്? അത് പഴയ മാപ്പാണ് ബായ്. ഇതാണ് പുതിയ മാപ്പ്. പുതിയ പോർട്ടിന്റെ മാപ്പിൽ 2 അണ്ടർഗ്രൗണ്ട് ഫ്ലോർസ് ഉള്ളത്, പക്ഷെ പഴയത് 3 ഉണ്ട്. RDX അതിലുണ്ടാ കോപ്പ. അതാണ് ആ കണ്ടെയ്നറിൽ വന്നത് ഫസ്റ്റ്. RDX എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ബോംബിന് യൂസ് ചെയ്യുന്ന സാധനമാണ് RDX. Well done. അവസാനം RDX എവിടെയുണ്ടെന്ന് മനസ്സിലായി. പക്ഷെ എന്ത് ചെയ്യാനാ? It's too late. ഗംഭീര ഇവിടെ ഇല്ലാത്തപ്പോ പോലും നിനക്കൊരു പുല്ല് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അവൻ തിരിച്ചു വന്നിട്ടുണ്ട്. ഇനി നീ എന്താ ചെയ്യാൻ പോകുന്നത്? എന്റെ കയ്യിൽ നീ പഠിക്കാൻ എങ്ങനെയാ പണി ചെയ്യേണ്ടത്? നിനക്കതിനുള്ള യോഗ്യത ഉണ്ടായിരുന്നെങ്കിൽ ഡേവിഡ് പിന്നെ എന്തിനാ എന്നെയാ പണി ഏൽപ്പിച്ച്? അത് മാത്രമല്ല, ഞാൻ പീറോട് സംസാരിക്കാറില്ല. So fuck off. ഇത് തല്ലുകൂടാനുള്ള സമയമല്ല, ഞാൻ സംസാരിക്കാം. ബോംബെയിൽ എന്തൊക്കെയോ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ കണ്ടെയ്നർ ഡിസ്മാൻഡിൽ ചെയ്യുന്ന ഡേഞ്ചറാണ്. ഭൂമി വെറുതെ ഇരിക്കില്ല. അവൻ എത്രയും പേടിക്കേണ്ട കാര്യമുണ്ടോ? നാജി മഹാനഗരത്തെ കുറിച്ച് കേട്ടിട്ടില്ലേ? വാജി സിറ്റി. ആ സാമ്രാജ്യത്തിന്റെ മേൽ കണ്ടുവെച്ച ആദ്യത്തെ ആളുകളാ ഭൂമി. ഓംകാർ വർത്തമാൻ രാജ്കാർ. വാജി നഗരം കൈക്കലാക്കാനുള്ള പ്രോസസ്സിൽ സത്യദാതയുടെ സഹോദരൻ റോയിലേക്ക് മനസ്സിലായോ? അഗ്നിവേഷന് സാഹോ മൂവി കണ്ടുണ്ടോ? ആരുടെ? പ്രഭാസിന്റെ. ഇനി മുതൽ ഈ പ്രപഞ്ചത്തിന് മുന്നിൽ എന്റെ മകൻ മരണപ്പെട്ടവനായിരിക്കും. And this is Saho. പ്രഭാസ്. ആ അറ്റാക്കിന് ശേഷം റോയിയെ ഇന്റർനാഷണൽ ക്രൈം സിൻഡിക്കേറ്റുകളിൽ അല്ല, സാധാരണ ചേട്ടനായിട്ട്. ആര്? ഗംഭീര. ഒരേ യൂണിവേഴ്സാ. പക്ഷെ അവൻ ഇന്ത്യയിൽ പ്രവേശിക്കാൻ ധൈര്യം കാണിച്ചിട്ടില്ല ഇതുവരെ. ഇത്ര വലിയ പ്ലാനിങ്ങോടെ അവൻ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവൻ ഇവിടുന്ന് ഒരു നല്ല സപ്പോർട്ടുണ്ട്. ഡേവിഡിന് തന്ന വാക്ക് തെറ്റിച്ചവർക്കുള്ള അനുഭവം എന്താണെന്ന് അറിയാലോ ഓമി. എനി ലാസ്റ്റ് വേർഡ്സ്? ഞാൻ RDX കണ്ടെയ്നർ ഡെലിവറി ചെയ്യാനാ വന്നേ. പക്ഷെ ഇനി അത് മാത്രമല്ല ചെയ്യാൻ പോകുന്നത്. നാളെ രാത്രി 9 മണിക്ക് ഒരു സ്ഥലത്തല്ല, 9 സ്ഥലത്ത് ഒരേപോലെ. 9 സ്ഥലങ്ങളിൽ ബ്ലാസ്റ്റ് ഒരേ സമയത്ത്. അതേപോലെ ജനങ്ങൾ സന്തോഷത്തോടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. സ്റ്റോക്ക് മാർക്കറ്റിൽ സമയം ടിക്ക് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇന്ന് ഈ ബോംബെ നാം അവശേഷിക്കുന്നു. അഗ്നിച്ചിറകിൽ കത്തിയം വരുന്ന ബോംബെയുടെ ചൂട് നിനക്ക് ദുബായിലേതെന്നറിയാൻ. ഈ ഡേവിഡ് ഇന്ത്യയിൽ ബ്ലാസ്റ്റ് ഇത്ര വലിയ രീതിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ്.
നാളേക്കാൾ നല്ലൊരു സമയമില്ലെന്ന്. അതിനെന്താ ഇത്ര ഉറപ്പ്? കാരണം നാളെയാണ് അവന്റെ ബർത്ത്ഡേ. നിങ്ങളുടെ ഈ ജന്മദിവസം ഹിന്ദുസ്ഥാന്റെ ചരിത്രത്തിൽ എന്നും ഓർമ്മയുണ്ടാകും. ഇതെന്റെ വാക്കാണ്. Now this war is personal, very personal. എത്ര ചെലവാണ് BMW അല്ലേ? നമ്മുടെ ആളുകൾക്ക് നല്ല ട്രീറ്റ്മെന്റ് കിട്ടിയിരിക്കണം. ഈ ട്രസ്റ്റ് അമ്മ. ആ സമയത്ത് ഇറങ്ങിയ വണ്ടി അത് മനസ്സിലായോ? അർജുൻ, നിങ്ങൾ സംസാരിച്ചു ശരി മാഡം. എപ്പോഴാ എത്തിയത്? ഞാൻ നിങ്ങളെയൊക്കെ വിട്ട് വളരെ ദൂരത്തിലായിരുന്നെങ്കിലും ആരെയും ഞാൻ മറന്നിട്ടില്ല. എന്റെ കൈ വർക്കെന്ന് കണ്ടില്ലേ അമ്മേ? പക്ഷെ ഈ തോക്ക് കയ്യിലെടുത്താൽ അർജുൻ, അത് താനേ നിൽക്കും. ഇവിടത്തെ ആ വിറയിൽ മാറണമെങ്കിൽ ഗംഭീര ചാവണം. അർജുൻ, അതുകൊണ്ട് അമ്മയെ കാണാൻ വരുന്നതിന് മുമ്പ് അവനെ കാണാൻ പോയത്. ചക്രയുടെ മകനാണ് ഞാൻ. ഓർമ്മയില്ലേ? അർജുൻ, നീ എന്താ ചെയ്തേ? കൊല്ലാൻ വേണ്ടി തന്നെയാ പോയത്. പക്ഷേ ചിരിക്കാണല്ലോ, നല്ല ഭംഗി കിട്ടോ. ഹായ്, മോളുടെ പേരെന്താ? താര. നിങ്ങളുടെ പേരെന്താ? അർജുൻ. കം. ഈ മുതിർന്നവർ തമ്മിലുള്ള യുദ്ധത്തിൽ നമ്മൾ രണ്ടു കുട്ടികളല്ലേ ശരിക്കും കഷ്ടപ്പെടുന്നത്. നമുക്ക് കളിക്കാൻ പോയല്ലോ. ഇത്രയും നാൾ ഞാൻ ഗംഭീരെ കൊല്ലാതെ കാത്തിരുന്നത് മരണത്തെക്കാൾ വലുതായി അവൻ എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ടാ. ദൈവം ഇപ്പൊ അതിനുള്ള അവസരം എനിക്ക് തന്നിരിക്കുക. അമ്മ എത്രമാത്രം വേദനിച്ചു അതേ വേദന ഇപ്പൊ അവനും അറിയട്ടെ. തോക്ക് കൊണ്ട് പിടിച്ചിട്ട കരയില്ലടി, കരയില്ലേ? ഓ ട്രാൻസിഷൻ. അവന്റെ മകളെ അന്വേഷിച്ച് ഒരു ഭ്രാന്തരെ പോലെ ബോംബെയുടെ ഓരോ തെരുവിലൂടെയും അവൻ അലഞ്ഞു നടക്കണം. എന്താ പിടിച്ചേ? എന്താ ഹാൻഡ് ബ്രേക്ക് പിടിച്ചേ? കണ്ടെത്താൻ അടുത്ത എല്ലുമ്പോ ഇനി കൊന്നു കഴിഞ്ഞാലോ? ഓടി ഓടി തളരുമ്പോ എടാ, എടാ, നീ എന്തൊക്കെയാണ് ഈ ചെയ്തത്? അർജുൻ, എന്തൊക്കെയാണ് ഇത്? നൈസ് തിങ്. Nice അത് thing. അവരുടെ ഫ്രണ്ട് തന്നെ. നൈസായിട്ട് എടുത്തിട്ടുണ്ടല്ലേ സീജെ. അയ്യോ, മോനെ. ഹേയ്, അർജുൻ, ഒന്ന് നിൽക്ക്. അച്ഛാ, എന്ത് പറ്റി? ചത്തി 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 ചത്തി. എന്റെ കൺമുമ്പിൽ വെച്ച് നിങ്ങൾ എന്റെ അച്ഛനെ കൊന്നു. നിങ്ങളുടെ മകളുടെ മുമ്പിൽ വെച്ച് അതേ തോക്ക് കൊണ്ട് നിങ്ങളെ ഞാൻ കൊല്ലും. ആ മരണം താര ജീവനോടുള്ളിടത്തോളം ഓർത്തുകൊണ്ടേയിരിക്കും. ഈ ദിവസത്തിന് വേണ്ടിയാ ഞാൻ ഇത്രയും വർഷം കാത്തിരുന്നത്. ഓ സെയിം തോക്കാണോ അത്? എന്താണ് ഇത്? ഞങ്ങൾ നിനക്ക് വേണ്ടിയല്ല, ഓമിക്ക് വേണ്ടിയാ പണിയെടുക്കുന്നത്.
fucked up, bro. അല്ലേ? എന്റെ പ്രതികാരം തീരെ ചെയ്തില്ല. കിട്ടിയ ഓടി ഒക്കത്ത് കിട്ടിയ. അയ്യോ കൊച്ചിനെ കൊണ്ട് പോവല്ലടാ. തിരിച്ചട പേടിക്കണോ, അവര് ഗോൾ കളിക്കാൻ പോയതാ. അമ്മ നിങ്ങളും എന്നെ ചതിച്ചോ? വണ്ടിയിൽ നിന്നിട്ട് പോയതല്ലേ? വീട്ടുവാടാ പട്ടി പഴങ്കഞ്ഞി പോലും തരത്തില്ല. തവിടും ഉണ്ടാക്കും വേറെ തരത്തില്ല. So That was of part 6. And എന്താണ്, what do you think of part 6? part 6. I mean, The what do movie you is think so of the, as far as this one, we have already seen It's a great but, movie. It's really nice. amazing. By the way, I don't know why other people are. Some people said that the movie is not up to level. Maybe they But might the have. cinematography is really Yeah, good. maybe they might have And, given a certain level for that movie. I don't Okay, they might have thought this should be the level, but it's not like that. The movies, Every yes, aspect. very good. Yeah, ഒന്നും പറയാനില്ല guys. That's it. that's it. So if you're new to the channel, go watch So other we'll be videos. continue watching. So we'll be back with part 7. So until Hopefully then- that will be the final part. Maybe. Yeah, most probably. Maybe. Maybe. Because you may know, not you be. guys know there is copyright issues. Yeah. And globally blocked issues. So that's why Maybe we are you can making find it the parts, audios parts. little disturbed. Sorry for that. So that's it. So we'll come back with another video. Until then, Until then, Bye. bye.